വെൽക്കം ടു ജോബീസ് കിച്ചൺ. ജോബീസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് വീഡിയോയിൽ ചെയ്യുന്നത് എഗ് നൂഡിൽസാണ്. നൂഡിൽസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫുഡാണ് നൂഡിൽസ്. നമ്മൾ നൂഡിൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇൻസ്റ്റൻറ്റ് നൂഡിലായിട്ട് കൊടുക്കരുത്. നമുക്ക് പിള്ളേർക്കൊക്കെ കൊടുക്കുമ്പോൾ നല്ല പോഷകസമൃദ്ധമായ നൂഡിൽസ് ഉണ്ടാക്കി നമുക്ക് കൊടുക്കാം. മിക്ക പിള്ളേർക്കും ഈ വെജിറ്റബിൾസ് കഴിക്കാനായിട്ട് വളരെ മടിയാണ് ഇപ്പോഴത്തെ തലമുറയിൽ. അപ്പോൾ നമ്മൾ അങ്ങനെ മടിയുള്ള കുട്ടികൾക്ക് അവരറിയാതെ തന്നെ വെജിറ്റബിൾസ് അവരുടെ ഉള്ളിലെത്താനുള്ള ഒരു മാർഗമാണ് ഈ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇങ്ങനെ നൂഡിൽസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പിള്ളേർക്ക് അവരറിയാതെ തന്നെ അവരുടെ ശരീരത്തിലേക്ക് വെജിറ്റബിൾസിൻ്റെ പോഷകാംശങ്ങൾ എത്തുന്നതാണ്. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി പിള്ളേർക്ക് മേടിച്ച് കൊടുക്കുമ്പോൾ റെസ്റ്റോറൻറ്റുകാരോട് പറയുക അജിനാമോട്ടോ ഇടരുത്. അജിനാമോട്ടോ മാത്രമാണ് ഇതിനകത്ത് ആർട്ടിഫിഷ്യലായിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻറ്റ്. ബാക്കി അതിൻ്റെ ക്യാരറ്റ്, ക്യാബേജ്, ബീൻസ് എല്ലാ വെജിറ്റബിൾസും നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള പച്ചക്കറികളാണ്. അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ആദ്യം നമ്മൾക്ക് നൂഡിൽസ് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. ഞാനൊരു 450 ഗ്രാമിൻ്റെ പാക്കാണ് വാങ്ങിച്ചിരിക്കുന്നത്. ഇതുകൊണ്ട് ഇപ്പോൾ 4-5 പേർക്ക് വരെ നമ്മൾക്ക് നൂഡിൽസ് ഉണ്ടാക്കാം. പിന്നെ ആവശ്യത്തിന് വെള്ളം എടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾക്കൊരു 1/4 സ്പൂൺ ഓയിൽ ഒഴിച്ച് ബോയിൽ ചെയ്യാൻ വയ്ക്കാം. നൂഡിൽസ് സ്റ്റിക്കി ആകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ അല്പം ഓയിൽ ഒഴിച്ച് ബോയിൽ ചെയ്യുന്നത്. അപ്പോൾ ഒരുപാട് ഓയിൽ ഒഴിക്കരുത്. നമ്മൾ ഇത് ഊറ്റി കഴിഞ്ഞിട്ട് വീണ്ടും അല്പം ഓയിൽ ചേർക്കുന്നതാണ്. അപ്പോൾ അധികം ഓയിൽ ഒഴിക്കേണ്ട, അല്പം മാത്രം ഒഴിച്ചാൽ മതി. നമ്മൾക്കിത് ഇൻഡക്ഷൻ വെച്ചൊന്ന് ബോയിൽ ചെയ്യാം, അതല്ലെങ്കിൽ സാധാരണ സ്റ്റൗ വെച്ചായാലും ബോയിൽ ചെയ്യാം. നമുക്കിതിൻ്റെ ഫ്ലെയിം, ഇതിൻ്റെ ടെമ്പറേച്ചർ ഹൈയിൽ ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മളുടെ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. നമ്മൾക്ക് ഈ പാക്കിൽ 2 കട്ടയായിട്ടാണ് ഇത് അവർ അറേഞ്ച് ചെയ്തേക്കുന്നത്. നമ്മൾക്ക് ഒരു കട്ട നമുക്ക് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ ഒരു കട്ട നമുക്ക് 2 പേർക്ക് ലാവിഷായിട്ട് കഴിക്കാവുന്ന ക്വാണ്ടിറ്റി കിട്ടും. ഇത് തിള വന്നതിന് ശേഷം ഇതിൻ്റെ ടെമ്പറേച്ചർ ഒരു മീഡിയത്തിലേക്ക് ഇട്ട് നമ്മൾക്കൊരു 3 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കണം. 3 മിനിറ്റ് കഴിയുമ്പോൾ ഒരു നൂഡിലെടുത്ത് ഒന്ന് ഞെക്കി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ നൂഡിൽ സെപ്പറേറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ നൂഡിൽ ബോയിലായി എന്നാണ് അർത്ഥം. അപ്പോൾ ഒരു 3 മിനിറ്റ് ആകുമ്പോഴേക്കും നമുക്ക് ആ ഒരു പരുവത്തിലേക്ക് ആയി കിട്ടുന്നതാണ്. ഇത് നമ്മൾക്ക് ഇതിപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത് ഒരു സ്റ്റെയിനറിലേക്ക് നമ്മൾക്ക് ഊറ്റാനായിട്ട് ഇട്ട് കൊടുക്കാം. ഇത് നന്നായി വെള്ളം പോയതിന് ശേഷം ടാപ്പിൻ്റെ അടിയിൽ വെച്ച് ഒന്നും കൂടി ഒന്ന് വാഷ് ചെയ്ത് എടുക്കുന്നത് നല്ലതായിരിക്കും. ഇതിപ്പോൾ അതേപോലെ ഞാൻ വാഷ് ചെയ്തെടുത്ത നൂഡിലാണ്. ഇത് അല്പം ഓയിലും കൂടി ഒഴിച്ച് നമ്മൾക്ക് ഒന്ന് ഇളക്കി മാറ്റി വയ്ക്കാം. അതല്ലെങ്കിൽ ഇത് ഇരിക്കും തോറും ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇങ്ങനെ ഓയിലൊന്ന് തളിച്ച് നമ്മൾ ഇത് മിക്സ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഒരു 5-6 മണിക്കൂറായാലും ഈ നൂഡിൽസ് ഒട്ടിപ്പിടിക്കാതെ നമ്മൾക്ക് കിട്ടും. അപ്പോൾ നമുക്കിതിൻ്റെ ഇതിൻ്റെ വെജിറ്റബിൾസൊക്കെ നമുക്ക് നോക്കാം. നമുക്ക് വേണ്ടത് ഒരു ക്യാബേജ്, 2 ബീൻസ്, ഒരു ക്യാരറ്റ്, 2 മുട്ട, ഉപ്പ്, കുരുമുളക് പൊടി, പഞ്ചസാര, അജിനാമോട്ടോ, പിന്നെ ഒരു അല്പം സോയാ സോസ്, അല്പം ഓയിൽ. പാം ഓയിലാണ് നമ്മൾക്ക് ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒരിക്കലും ഉപയോഗിക്കരുത്. അപ്പോൾ നമ്മൾക്ക് ക്യാബേജിൻ്റെ ഒരു 100 ഗ്രാമിൻ്റെ അടുത്ത് നമ്മൾക്ക് ആവശ്യമുള്ളൂ. 100 ഗ്രാം ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഒരു 75 ഗ്രാമേ നമ്മൾക്ക് ഒരു പോർഷൻ നൂഡിലിന് ആവശ്യമുള്ളൂ ക്യാബേജ്. അപ്പോൾ നമ്മൾക്ക് ആദ്യം ക്യാബേജ് കട്ട് ചെയ്യുന്ന രീതി ഒന്ന് നോക്കാം. നമ്മൾക്കിത് ഇതേമാതിരി നല്ല നീളത്തിലാണ് ക്യാബേജ് കട്ട് ചെയ്തെടുക്കേണ്ടത്. പരമാവധി നൈസായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതേമാതിരി തന്നെ വെജിറ്റബിൾസ് എടുക്കുമ്പോൾ നല്ല ഫ്രഷ് വെജിറ്റബിൾസ് നോക്കിയെടുക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്യാബേജ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ക്യാരറ്റും ഇതേപോലെ തന്നെ നല്ല നൂല് പരുവത്തിൽ നമ്മൾക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ക്യാരറ്റും ആ ക്യാബേജ് അരിഞ്ഞ അതേപോലെ ഏകദേശം കിട്ടത്തക്ക വിധത്തിൽ നമുക്കിത് കട്ട് ചെയ്യാം. ക്യാരറ്റും ക്യാബേജും എല്ലാം കട്ട് ചെയ്യാൻ പരമാവധി നൈസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് ഇത് കുക്കായി കിട്ടുള്ളൂ. അതേപോലെ തന്നെ വേറൊരു ചൈനീസ് ഫുഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വെജിറ്റബിൾസ് എല്ലാം ഹാഫ് കുക്കായിരിക്കും.
അപ്പോൾ നമുക്ക് കൂടുതൽ ഇതിൻ്റെ പോഷകാംശങ്ങളൊക്കെ നമുക്ക് കിട്ടാനായിട്ട് ഇത്തരത്തിലുള്ള ഫുഡ് നമ്മൾക്ക് സഹായിക്കും. ഇനി നമുക്ക് രണ്ട് ബീൻസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ 2 ബീൻസും ഇതേപോലെ നൈസായിട്ട് കട്ട് ചെയ്ത് വയ്ക്കുക. ഇത്രയൊക്കെ അതിനെ പാടുള്ളൂ. ബീൻസും പരമാവധി നൈസായിട്ട് കട്ട് ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾക്ക് ഇത് കുക്കാവാനായിട്ട് സമയം കൂടുതൽ പിടിക്കും. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമ്മൾക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് നമ്മളുടെ എഗ് നൂഡിൽസ് കുക്ക് ചെയ്യാൻ ആരംഭിക്കാം. അതിനു മുമ്പ് നമ്മുടെ മുട്ട ഒന്ന് ബീറ്റ് ചെയ്ത് വയ്ക്കാം. ഒരു പോർഷന് 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾക്കിത് 2 മുട്ട നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത്രയും ഇൻഗ്രീഡിയൻസ് നമ്മളുടെ ശരീരത്തിലേക്ക് ചെല്ലുന്നുണ്ട്. 2 മുട്ട, അതേമാതിരി തന്നെ ക്യാബേജ്, ബീൻസ്, ക്യാരറ്റ്. അപ്പോൾ കുട്ടികൾക്കൊക്കെ വളരെ പോഷകസമൃദ്ധമായിട്ടുള്ള ഒരു ഫുഡായി മാറുകയാണ് നമ്മളുടെ നൂഡിൽസ്. ഞാനിപ്പോൾ ചട്ടി വെച്ച് പാം ഓയിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അത് നന്നായി ഒന്ന് ചൂടായതിന് ശേഷം നമ്മളുടെ ബീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മുട്ട ആദ്യം ഒഴിച്ചു കൊടുക്കാം. നമുക്ക് ആദ്യം ഒന്ന് എണ്ണ നന്നായി തിളച്ചോന്നൊന്ന് ടെസ്റ്റ് ചെയ്യാം. എണ്ണ നന്നായി ചൂടായി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒന്നും കൂടി നമ്മളുടെ എഗ്ഗിനെ ഒന്ന് ബീറ്റ് ചെയ്തിട്ട് നമ്മുടെ ചട്ടിയിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒരുപാട് അങ്ങോട്ട് ഇളക്കി പൊടി പോലെ ആക്കരുത്. അല്പം കട്ടയായിട്ട് നമുക്ക് എടുക്കണം. അപ്പോൾ ഒരുപാട് പൊടിയാക്കാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മളുടെ എഗ്ഗ് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾസ് ഇട്ട് കൊടുത്ത് നന്നായി തീ കൂട്ടിയിട്ട് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാട് ഇത് കുക്കാക്കരുത്. നമ്മൾക്ക് വേണ്ടത് ഹാഫ് കുക്കാണ്. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസ് ഹാഫ് കുക്കിലെ കുക്കാക്കി എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നമ്മളുടെ വെജിറ്റബിൾസൊക്കെ ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിരിക്കുന്ന നൂഡിൽസ്, ഞാനിപ്പോൾ മൊത്തം നൂഡിൽസ് എടുത്തിട്ടില്ല, അതിൻ്റെ ബോയിൽ ചെയ്തതിൻ്റെ പകുതി നൂഡിൽസ് ഒരു പോർഷനേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്തു. നമ്മൾ തീ ഈ സമയത്ത് ലോ ഫ്ലെയിമിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമ്മുടെ മസാലകൾ ചേർത്ത് കൊടുക്കുക. ഞാൻ ആദ്യം അല്പം ഉപ്പിട്ട് കൊടുത്തു, ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ അല്പം പഞ്ചസാര ഇട്ട് കൊടുത്തു. ഈ പഞ്ചസാര ഇടുന്നതുകൊണ്ടാണ് ഈ ചൈനീസ് ഫുഡൊക്കെ പിള്ളേർക്ക് കുറച്ചും കൂടി ഇഷ്ടം തോന്നുന്നത്. പിന്നെ അജിനമോട്ടോ. ഈ അജിനമോട്ടോ നമ്മൾക്ക് കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കുമ്പോൾ ഒഴിവാക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മൾക്ക് അല്പം കുരുമുളക് പൊടി ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ഞാനിവിടെ പൊടിപ്പിച്ച കുരുമുളകാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്ലേവറൊക്കെ കിട്ടും. ഇത് ഇനി നമ്മൾക്ക് തീ ഫുൾ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ ചൈനീസ് ഫുഡ് ഉണ്ടാക്കാനായിട്ട് നല്ല ഫയറുള്ള അടുപ്പാണ് വേണ്ടത്. അപ്പോൾ നിങ്ങൾ റെസ്റ്റോറൻറ്റുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും, നല്ല ഫോഴ്സുള്ള ചൈനീസ് ബർണറുള്ള അടുപ്പിൽ വെച്ചാണ് ഈ ചൈനീസ് ഫുഡ് ഇതൊക്കെ ഇതേപോലെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമ്മൾ വീട്ടിലുള്ള നമ്മളുടെ തവി കൊണ്ടോ മറ്റോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഇത് നമ്മൾക്ക് ഉപ്പ് എന്തെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അല്പം എടുത്ത് നമുക്ക് രുചിച്ച് നോക്കി ആവശ്യത്തിന് വേണ്ട ഉപ്പ്, അതേമാതിരി തന്നെ ഷുഗറൊക്കെ വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളുടെ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഫ്ലെയിം ഒന്ന് കുറച്ചിട്ട് കൊടുത്തിട്ട് ഒരു അല്പം സോയാ സോസ്, ഇതിൻ്റെ കളറ് ഒന്ന് മാറ്റാൻ വേണ്ടി, അതുമാതിരി അതിൻ്റെ സോയയുടെ ഒരു ടേസ്റ്റും കിട്ടാൻ വേണ്ടി ഒരു അല്പം സോയാ സോസ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് ഫ്ലെയിം കൂട്ടിയിട്ട് ഒന്നും കൂടി നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് നല്ല കറക്റ്റായിട്ട് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്കിത് ഇനി തീ ഓഫ് ചെയ്തേക്കാം. അപ്പോൾ നമ്മളുടെ നൂഡിൽസ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്ത് നമുക്കിതൊരു പ്ലേറ്റിലോട്ട് ഇത് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മുടെ നൂഡിൽ നല്ല കറക്റ്റായിട്ടുണ്ട്. ഓയിൽ അധികം ആവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് ഞാനൊരു ചെറിയ ക്വാർട്ടർ പ്ലേറ്റിലേക്കാണ് മാറ്റുന്നത്. സാധാരണ ഫുൾ പ്ലേറ്റിലേക്കാണ് ഈ നൂഡിൽസ് സെറ്റ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കാറ്. അപ്പോൾ നമ്മൾക്ക് ഇതൊക്കെ ഒന്ന്
പരത്തി ഇതിൻ്റെ മുകളിലേക്ക് അല്പം സെല്ലറി, ലീക്സ്, സ്പ്രിംഗ് ഒനിയൻ ഈ 3 ഐറ്റംസും കൂടി ചോപ്പ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്താണ് നമ്മൾ സാധാരണ കഴിക്കുന്നത്. ഒപ്പം അല്പം ടൊമാറ്റോ സോസും ചില്ലി സോസും ഇതിൻ്റെ സൈഡായിട്ട് നമ്മൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കുക, അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കുക. അപ്പോൾ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി. നിങ്ങളിതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ബെല്ലൈക്കൺ എനേബിൾ ആക്കുക.